സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ. എന്താണ് മാം ഇത് നല്ല സർവീസാണ്. ഓക്കെ മാം. ഡോക്ടറുടെ ഡോക്ടർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ 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 നല്ലത്. ഓക്കെ മാം. സാബിയാണെങ്കിൽ ഓക്കെ ആണല്ലേ മാം? ഓക്കെ ആണ്. ഓക്കെ 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 മാം. മാമിന് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ, സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ ഏതാണ്ട് 15 ലക്ഷത്തോളം ആളുകൾ നെഞ്ചിലേറ്റിയ ഒരു പെൺകുട്ടി. അവളുടെ പേരാണ് കല്യാണി. വേ ഓഫ് ബൈ കല്യാണി. അത്തരത്തിലൊരു ചാനലാണ്. ഓളെ എനിക്ക് അറിയില്ലായിരുന്നു. അറിയാതെ പോയത് ഏറ്റവും വലിയൊരു പാതകമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, ഒരാഴ്ചയായിട്ട് ഈ ഒരു വിഷയത്തിലാണ് എല്ലാവരും വീഡിയോ ചെയ്യുന്നത്. അതായത് കല്യാണി മോളുടെ ഈ ഒരു ഇഷ്യൂ വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഒരു വിഷയം നിയമസഭയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടായേക്കാം. എന്താണ് സംഭവിച്ചത്? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു. കല്യാണിയുടെ വീഡിയോയെ റിയാക്ഷൻ ചെയ്യുന്നു. ഡോക്ടർക്ക് പറയാനുള്ളത് കേൾപ്പിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചെങ്കിലും ഇപ്പോഴും ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരാണ് ചതിക്കപ്പെട്ടിരിക്കുന്നത്, കല്യാണി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നൊരു പൂർണ്ണമായൊരു വ്യക്തത ആർക്കും പറയാൻ സാധിക്കുന്നില്ല. സമ്മിശ്ര പ്രതികരണങ്ങളാണ്. ചില ആളുകൾ ഡോക്ടർക്കൊപ്പരം നിൽക്കുന്നു, ചില ആളുകൾ കല്യാണിക്കൊപ്പരം നിൽക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഏറെ വിശദമായി തന്നെ ഈ ഒരു വിഷയം പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. അതായത് ഇതുമായി ബന്ധപ്പെട്ട് വന്ന വീഡിയോകൾ പരിശോധിച്ചതിന് ശേഷം ഒരു കൺക്ലൂഷൻ, എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ആരാണ് ചതിക്കപ്പെട്ടതെന്നുള്ള ഒരു കറക്റ്റ് നിഗമനത്തിലേക്ക് നമുക്കെത്താം. നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു. അതായത് എൻ്റെ മുഖത്തൊരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് കുറവങ്കോണത്തുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഡോക്ടർ ഒരു ലേഡിയാണ്. അവർ 3 മാസം കൂടുമ്പോഴേക്കേ ആ ഒരു ക്ലിനിക്കിൽ വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. പക്ഷേ ഇവർ BDSും MBBSും പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഓരോ കോഴ്സ് ഉണ്ടല്ലോ, ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെയൊക്കെ. അത് പഠിച്ചിട്ടാണ് അവിടെ എന്നൊക്കെ നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. ഇതെല്ലാം തിരക്കി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ബില്ല് ചോദിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ബില്ല് അവർ ഭയങ്കര കള്ളത്തരമായിട്ടാണ് തന്നത്. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ ബില്ല് മാത്രമേ അവർ തരുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഫയൽ ചോദിച്ചു, അത് തരില്ല, ബില്ല് തരില്ല. അങ്ങനെ നമ്മൾ പോലീസിൽ കേസ് കൊടുത്തു. അങ്ങനെ അവരവിടെ വന്ന് ഒപ്പിട്ട് കൊടുത്തു. എന്നിട്ടും എനിക്ക് ഇതുവരെ അവർ പ്രോപ്പറായിട്ടുള്ള ബില്ല് എനിക്ക് തരുന്നില്ല. അപ്പോൾ ബില്ല് അവിടെ നിൽക്കട്ടെ, എൻ്റെ ഫയലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതുവരെ എടുത്ത ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഫയൽ തരാൻ പറഞ്ഞു. അത് കോപ്പി എടുത്തിട്ടായാലും അവർ നമുക്ക് തന്നാൽ മതി. പക്ഷേ അതും തരില്ല. അവരെങ്ങനെയൊക്കെ കാണിച്ചാലും അതൊന്നും അവർ നമുക്ക് ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ടെൻഷനും, എനിക്കിങ്ങനെ ഒരാൾ ഇതുപോലെ ഇങ്ങനെ ചീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മനസ്സ് അംഗീകരിക്കാത്ത എൻ്റെ വിഷമവും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്രയും നാളും. പക്ഷെ ഇപ്പം നമ്മൾ ഹീലിംഗ് സെക്ഷനിലൊക്കെ എടുത്തു. അപ്പോൾ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അതായത് മനസ്സിലാവുന്നത്, കല്യാണി എന്ന് പറയുന്ന ഈ ഒരു നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ ഈ ഒരു താരത്തിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ക്യാമറയിൽ ഒപ്പിയെടുത്ത് പുറത്തെത്തിക്കുന്ന ഒരു താരമായിരുന്നു. മീൻ വെട്ടുന്നതടക്കം, അതായത് ബാത്റൂം സീനുകൾ ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു റീൽസ് താരം തന്നെയായിരുന്നു. അത്തരത്തിൽ റീൽസ് ചെയ്യുന്നതിനിടയിൽ ഇതേമാതിരിയുള്ള ബ്യൂട്ടി സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. നമുക്കറിയാം, ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ നെഞ്ചിലേറ്റുന്നതിൽ മലയാളികൾക്ക് വലിയ താല്പര്യമുള്ള പാഹ്യന്മാരാണ്. അത്തരത്തിൽ ഓളയും നെഞ്ചിലേറ്റി അങ്ങനെ ബ്യൂട്ടി ഐറ്റംസ് പ്രൊമോട്ട് ചെയ്ത് ഓള് മുന്നോട്ട് പോകുന്നു. അതായത് പല ഹലാക്കിലെ ക്രീമുകൾ ഉപയോഗിച്ച് താൻ വെളുത്തിട്ട് പാറി എന്നുള്ള രീതിയിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഓൾക്ക് മുഖത്ത്, അതായത് ഓക്ക് ജന്മനാ ഉള്ളയാണെന്ന് പറയുന്നുണ്ട്, ഓളുടെ വാപ്പയ്ക്ക് ഇതേമാതിരിക്ക് ഉണ്ടെന്നുള്ളത് ഓള് തന്നെ പറയുന്നുണ്ട്. അത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. കരിമ്പാല നന്നായിട്ട് വാപ്പയുടെ മുഖത്തുണ്ട്. അതുപോലെ തന്നെ ഓൾക്കും വന്നിരിക്കുന്നു. ആ ഒരു കരിമ്പാല ഇല്ലാതാക്കാൻ വേണ്ടി ഓൾ ഏറ്റവും ഒടുവിൽ ഒരു ഹോസ്പിറ്റലിനെ അഭയം തേടുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അതായത് ഇത്രയും അധികം ക്രീമുകൾ തേച്ചിട്ട് മോക്ക് വെളുത്തിട്ട് പാറാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇനി എവിടെ പോയാൽ എന്താണ്? തരത്തിലൊരു ട്രീറ്റ്മെന്റ് പോയത് തന്നെ ഏറ്റവും വലിയ പിഴവാണ്. ഏറെ ദുഃഖകരമായ അവസ്ഥ. പിന്നീട് എന്താണ് ഉണ്ടായത്? ഡോക്ടർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ
നല്ലത് ഓക്കെ മാം. സാവിയറൊക്കെ ഓക്കെ ആണല്ലേ മാമിന്? ഓക്കെയാണ് ഓക്കെയാണ്. ഓക്കെ ഓക്കെ മാം. മാമിന് മറ്റെന്തെങ്കിലും കൺസേൺ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു ഫോർ ടൈം മാം. അനന്ത് കേട്ടോ അത്? ഓക്കെ, കുഴപ്പമില്ല. കുറച്ച് ബ്ലേഡ് ആയിട്ട് ആയിരുന്നു. ഇത് ഏത് മാസത്തെയാണ്? ഏത് മാസത്തെ കൂട്ടിയത്? മാർച്ച് ഏപ്രിലൊക്കെ. മാർച്ച് എല്ലാം നോക്ക്, മെയ് വരെ എല്ലാം സാറ്റിസ്ഫൈഡ് കോളം. 3 മാസം മുന്നേ ഒരു കൺസൾട്ടേഷൻ റൂമിൽ ഇരുന്ന് സംസാരിച്ച ഒരു കാര്യം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസും മെറ്റീരിയൽസ് ഒന്നും ഇല്ല. തിരിച്ച് കോമൺ സെൻസ് മാമിന്റെ അടുത്താണ് ആദ്യം ഇവർ വന്ന് അപ്രോച്ച് ചെയ്യുന്നത്, കൊളാബിന്റെ കാര്യം പറയുന്നത്. കറക്റ്റ് എന്റെ അടുത്ത് തന്നെ. കാരണം ഞാനാണല്ലോ അവിടുത്തെ മുതലാളി. വേറെ ആരും സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അതാണല്ലോ ദേവ് മറ്റേ ഞങ്ങളുടെ ഒരു മാനേജറിന്റെ ആദ്യം വിളിച്ചിരിക്കുന്ന ഒരു വോയിസ് നോട്ടിലുണ്ടല്ലോ, ആ കുട്ടി പറയുന്നുണ്ടല്ലോ സിയോട് ഒരു രീതി വെച്ചിട്ട് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ ഈ ജീവലക്ഷ്മി കല്യാണി മറ്റേ സ്റ്റാഫുകളുടെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഞാൻ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച കാര്യം ഞാൻ ഈ പറയുന്നത്. അതൊരു 3-4 മാസം മുന്നേ, അത് ഇപ്പൊന്നല്ല 3-4 മാസം മുന്നേ പ്രൊഡക്ട്സ് ആദ്യം അയച്ചു തരുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു എൻഡോഴ്സ്മെന്റ് നമുക്കില്ല. നമ്മൾ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് അങ്ങനെ ഒരു പ്രൊഡക്ട്സ് പ്രൊസീജിയർ ഫോർഗെറ്റ് ഇറ്റ്. അതല്ലാതെ തന്നെ പ്രൊഡക്ട്സുകൾ നമ്മൾ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു പ്രൊമോഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇല്ല ജീവലക്ഷ്മി. എനിക്ക് നല്ല ഓർമ്മ, ഏത് മാസം എന്നുള്ളതൊക്കെ കറക്റ്റ് പിന്നോട്ട് എന്ന് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത് അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മെയ് 30 അവർ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്തത്. വന്നിട്ട് അവർ പറഞ്ഞു വെച്ചാൽ ഡോക്ടറെ, അപ്പോൾ ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് കണ്ടു, ഈ പറഞ്ഞ വരി ഇത്ര ഒന്നും റേറ്റ് അവിടെ ഇല്ല. ഓക്കെ, ആ റേറ്റ് അവിടെ ഇല്ലാത്ത പക്ഷം ഒന്നുകിൽ പറഞ്ഞ വരി നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഡോക്ടറിന്റെ ഈ പറഞ്ഞ പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ ഫയൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർഡ് കോപ്പി ഫയൽസോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇവർ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് തരണം, പേപ്പറായിട്ട് തരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കൊളാബ് തരണം. ഓക്കെ, സോ ബേസിക്കലി അതല്ലേ മെയ് 30 ഫൂട്ടേജ് അവർക്ക് റിലീസ് ചെയ്യാൻ പറയുന്നത് എന്നോടാ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു മെയ് 1 വന്ന് ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത്. മെയ് 30 എന്നോട് സംസാരിച്ചു. ഞാൻ തിരുവനന്തപുരത്തുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തത്. എന്നോട് സംസാരിച്ച കാര്യങ്ങളല്ലേ ഈ പറഞ്ഞത് ഞാൻ. അപ്പൊ അതൊരു കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് വേണ്ട. ഞാനിപ്പോ നോണ പറയണമെന്ന് വിചാരിക്കും. നാട്ടിലിപ്പോ കോമൺ സെൻസ് ഉള്ളവരുണ്ടല്ലോ, നോണ പറയണമെന്ന് വിചാരിക്കും. എന്തിനാ പിന്നെ അവർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? ബില്ല് മാത്രം ചോദിച്ചിട്ടോ എന്നോട്? ബില്ല് തരും പറഞ്ഞോ നേരെ കൺസൾട്ടേഷൻ റൂമിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ മെയ് ജൂൺ 24 സംതിങ് അല്ലേ, അപ്പോഴത്തേക്ക് കൺസൾട്ടേഷൻ റൂമിൽ CCTV കാണത്തില്ലേ? കൺസൾട്ടേഷൻ റൂമിൽ അല്ലെങ്കിൽ CCTV ഉണ്ട്. കൺസൾട്ടേഷൻ റൂമിൽ CCTV ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം കൺസൾട്ടേഷൻ റൂമിലുള്ള ഒറ്റ CCTVs നമ്മൾ ഒരു ക്ലിനിക്സിലും വർക്ക് ചെയ്യിപ്പിക്കാത്തത് വെച്ചാൽ ഈ ക്ലിനിക്കൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മുടെ എഞ്ചിനീയർ അവിടെ വെച്ചു പ്രൊസീജിയർ റൂംസിൽ മാത്രം വെച്ചപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ പ്രൊസീജിയർ റൂംസിൽ ഒന്നും CCTV പാടില്ല എന്നുള്ള നമ്മുടെ ആർക്കിടെക്ചറിൽ കൊടുത്തപ്പോൾ അയാൾ കൊണ്ട് കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൺസൾട്ടേഷൻ റൂമിൽ വെച്ചപ്പോൾ ഞങ്ങൾ ക്യാമറ കട്ട് ഓഫ് ചെയ്തതിനുള്ള ഉത്തരം ഇതാണ്. ഒരാൾ വന്ന് കൺസൾട്ടേഷൻ റൂമിൽ എനിക്ക് വന്ന അവർ ബോഡിയുടെ പാർട്സ് ഒക്കെ മറ്റേ മാർക്കുകളൊക്കെ കാണിച്ചു തരുമ്പോൾ അത് ക്യാമറയിൽ പതിയാൻ പാടുമോ? ഇല്ലല്ലോ. അതുകൊണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് ഈ പറഞ്ഞ പോലെ ഈ ഉള്ളിൽ എന്താ കോമൺ ഏരിയ CCTV കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫുട്ടേജസ് ഉള്ളൂ. ഇല്ല, അത് ഞങ്ങൾ ഇപ്പൊ ഫുൾ കംപ്ലീറ്റ്ലി റീവാമ്പ് ചെയ്ത ഓഡിയോ കൂടി കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും കാലയളവിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് ഇന്നേ വരെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ ആലോചിക്കുള്ളൂ, ഓഡിയോ സിസ്റ്റം കൂടെ വെക്കാൻ നമ്മൾ അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ബിസിനസ് മനസ്സിലാവുക. ഇതും കൂടെ ഞാനിങ്ങനെ സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടുണ്ടോ ഒരാൾ വന്ന് കൊളാബ് ചോദിച്ചു അവർക്ക് മുന്നോട്ട് കാര്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണം, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഹാർഡ് കോപ്പി വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുള്ളത് ആ കുട്ടിക്ക് എന്താ വല്ല മുഖത്ത് ഞങ്ങൾ പൊള്ളൽ വരുത്തിയിട്ടുണ്ടോ? കണ്ടു വീഡിയോ 8 കൊല്ലമോ പാരമ്പര്യമായിട്ട് ഉള്ള ഒരു പാട്. ഓക്കെ, ആ പാട് 8 കൊല്ലമായിട്ടാണ് ആൾ ആദ്യം ഇട്ടിരിക്കുന്ന വീഡിയോ എന്താണ്? എനിക്കൊരു മുഖത്തൊരു പാട് വന്നപ്പോൾ ഞാൻ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കാണിക്കാൻ നോക്കി. അപ്പൊ ഈ 8 കൊല്ലമായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിന് പോയി കാണിച്ചിട്ടില്ലേ? ആ കുട്ടിയെ 2 കാര്യം ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, ആൾ അച്ഛന്റെ പാട് എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മൂപ്പര് ഈ സൈഡിലുള്ള ഒരു മെലാസ്മ എന്ന് പറഞ്ഞ പിഗ്മെന്റേഷൻ വന്ന കാര്യം ഒന്ന്, അതാണ് ഇപ്പോൾ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8 മാസം അതിനല്ല ഇവിടെ ചികിത്സയ്ക്ക് വന്നത്. മൊത്തമായിട്ട് ഒരു സ്കിന്നിന്റെ ഒരു മൊത്തം സ്കിൻ ബാരിയർ, അത് ഞങ്ങളുടെ മാനേജറും പറഞ്ഞല്ലോ അതിന്. അത് സ്കിൻ ബാരിയർ എന്ന് വെച്ചാൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മുഖത്തുള്ളൊരു പാത്രത്തിനൊരു ടെഫ്ലോൺ കോട്ടിംഗ് പോലെ നമുക്കൊരു പ്രതിരോധ ശക്തി തരുന്ന ഒരു കോട്ടിംഗ് ഉണ്ട് സ്കിന്നിന്. അത് പോയി. അതുകൊണ്ടാണ് എന്ത് തേക്കുമ്പോഴും ആൾക്ക് റിയാക്ഷൻ വരുന്നത്. അത് കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ച മിക്ക ആൾക്കാർക്ക് പ്രശ്നം വരാറുണ്ട്. നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും ഈ ചെറിയ കുട്ടികൾ ഈ കൊറിയൻ പ്രൊഡക്ട്സുകളൊക്കെ കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വരുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ 20 വയസ്സിന് താഴെയും 20 വയസ്സ് ഏർലി 20s ഉള്ള ആൾക്കാരുടെ ഞങ്ങൾ പറയുന്നതാണ് പ്രൊഡക്ട്സ് ആണ് നിർത്തിയാൽ മതി. അപ്പോൾ സെൽഫായിട്ട് സ്കിൻ റിപ്പയർ ചെയ്യും. ജീവലക്ഷ്മിക്ക് 20 വയസ്സല്ല 18 വയസ്സല്ലല്ലോ. ആ 18 വയസ്സല്ലാത്തത് കൊണ്ട് ആ സ്കിന്നിനെ സെൽഫ് റിപ്പയർ ചെയ്യിപ്പിക്കാനുള്ള സമയം ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു റിപ്പയറിംഗ് ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലൂട്ടൻ ഇൻഫ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം 8 മാസത്തിലെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത്, 8 മാസത്തിൽ ഒരൊറ്റ പ്രൊസീജിയർ ഞങ്ങൾ മുഖത്തിന് മേലെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്റേണലി നമ്മൾ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുന്ന സ്കിന്ന്. ആ ഒരൊറ്റ ബാക്കി എല്ലാ കോസ്മെറ്റോളജി ക്ലിനിക്സിനൊന്നും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. എന്തുമാതിരി പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. കുട്ടി വേറൊരു ശുദ്ധമാണോ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതല്ലേ? ഞാൻ ആലോചിക്കണേ എന്തുമാതിരി വിഡ്ഢിയായിരിക്കും അതങ്ങനെ പറഞ്ഞെങ്കിൽ. കാരണം സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യത്തിനൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങളുടെ ഉണ്ടല്ലോ, അതിന്റെ എല്ലാത്തിനും ബില്ലുണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വേണ്ട ഉദാഹരണം ഞാൻ പറയണം. മുഖത്തൊരു പാട് വന്ന് മാറ്റാൻ വന്ന ഒരാൾ, ഓക്കെ, ഇത് ഹൈപ്പോത്തറ്റിക്കലി മനസ്സിലാക്കും. നിങ്ങൾ അനന്ത് വന്നിട്ട് മുഖത്തൊരു പാടുണ്ടെന്ന് പറഞ്ഞു വന്നു. ആ പാട് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു തരുന്ന ഒരാളാണ് ഞാൻ. അതിനൊരു ട്രീറ്റ്മെന്റും എന്താണെന്ന് മുന്നോട്ട് പറയണം. പക്ഷെ പരസ്യം പോലെ പിറ്റേ ദിവസത്തെ ശരിയാവില്ല. അപ്പോൾ ഒരു 3-4 മാസം കഴിയുമ്പോൾ നമ്മൾ ശരിയാവും. ഈ 4 മാസത്തിനുള്ളിൽ ശരിയായിട്ടെങ്കിൽ അവർ കൊച്ചുണ്ടാക്കാം, കറക്റ്റ്. ഇല്ലെങ്കിൽ അവർ ഞങ്ങളുടെ അടുത്ത് നിർത്തി പോവാം. ഈ 4 മാസം കഴിഞ്ഞപ്പോൾ അവർ ഹാപ്പിയായി പാടുന്ന ആ മുഖത്ത് ഈ പറഞ്ഞ പോലെ ബാരിയറിനൊന്നും പ്രശ്നമില്ലാതെ കറക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മുഖത്തെ പാട് മാറ്റാൻ വന്നവൻ പിന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ലേസർ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ പറഞ്ഞ ഒരു വേറെ മൈക്രോ ഡെർമാബ്രേഷന് വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ സാന്തോഷം വന്നവർ വേറെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ചെയ്തതിന്റെ എല്ലാത്തിനും കൺസെന്റ് ഫോം അവർ ഒപ്പിട്ടിട്ടുണ്ടാവില്ല.
ഉണ്ടാവുമല്ലോ അവരൊപ്പ്, അതിന്റെ കൂടെ ഞങ്ങൾ അത് ചെയ്തിരിക്കുന്ന മരുന്ന് എന്താണെന്നുള്ളതും ഇല്ലെങ്കിൽ അതിനെന്താ ചെയ്തിരിക്കുന്നതിനുള്ള ഇൻവെന്ററിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ, അത് ബില്ലിലുണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റുക ഞാൻ വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത്? അത് ഞാൻ പറയുന്നത് എന്തോ ഒരു ബുദ്ധിക്കുറവ് കൊച്ചിനുള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഞാൻ അവിടെ വേറെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലത്തെ ക്ലിനിക്ക് വെറുതെ ഒരു കൺസെന്റും ഒന്നും ഇല്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്തെന്ന് നമ്മളെ പോയിക്കൊന്നു പറയോ? കല്യാണി അങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു. അതിനുശേഷം ഹോസ്പിറ്റൽ അധികൃതർ ഓളോട് പറയുകയാണ്, ഇത് കുറച്ചധികം കാലതാമസം എടുത്താൽ മാത്രമേ അനക്കിങ്ങനെ വെളുത്തിട്ട് പാറി ഈ ഒരു വലിയ സുന്ദരിയായി മാറത്തോളൂ. അത്തരത്തിലൊരു ട്രീറ്റ്മെന്റ് ആണ് ഓൾക്ക് കൊടുക്കുന്നതെന്നാണ് ഓളെ ധരിപ്പിച്ചത്. അങ്ങനെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നു. ആദ്യ മാസങ്ങളിലൊക്കെ ഓള് വലിയ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള രീതിയിൽ ഓൾക്ക് മെസ്സേജ് അയക്കുന്നു. അതായത് ഇന്നല്ലെങ്കിൽ നാളെ താൻ വെളുത്തിട്ട് പാറുന്ന ഒരു കൊച്ചു സുന്ദരിയായി മാറുമെന്നുള്ള ഒരു വലിയ ദൃഢവിശ്വാസമായിരുന്നു ഓളുടെ മനസ്സിൽ. എന്നാൽ കാലക്രമേണ മുന്നോട്ട് പോകുന്തോറും ഓൾക്ക് അതായത് 6 അക്ക സംഖ്യയുടെ ട്രീറ്റ്മെന്റ് ആണ്, 3 ലക്ഷത്തോളം ഉറുപ്പിയന്റെ, ഒരുപക്ഷെ 3 ലക്ഷം to 5 ലക്ഷം അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് എടുത്തത്. തന്റെ പോക്കറ്റ് കാലിയാവുന്നതല്ലാതെ തന്റെ മുഖത്ത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. മാത്രമല്ല കൂടുതൽ കരിമ്പാലകൾ കഴുത്തിൽ ഉൾപ്പെടെ വന്നു എന്നുള്ളത് ഏറെ ഞെട്ടുളവാക്കുന്ന കുട്ടി ബ്ലോഗറെയും ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഏറെ ദുഃഖകരമായ അവസ്ഥ. അതിനെ തുടർന്ന് ഓള് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ചെന്നപ്പോൾ ഓളുടെ ഭർത്താവും ഹോസ്പിറ്റലിൽ കാര്യമായിട്ട് ഇടയുന്നു. ഓനെ പോലീസിനെ വിളിപ്പിച്ചു പുറത്താക്കുന്നു. ഓൻ തന്നെ പോലീസാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഓനെ പുറത്താക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു ക്ലാഷ് ഉണ്ടാവുന്നു. ഒരുപക്ഷെ ആ ഒരു അവസരത്തിൽ, അതായത് കല്യാണി തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, മറ്റൊരു ഡോക്ടർ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിക്കുന്നത്, ഇത്തരം ആൾക്കാരെ എന്തിനാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് കല്യാണി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഡോക്ടറെ സന്ദർശിച്ചപ്പോൾ ആ ഒരു പഹയം പറഞ്ഞു കൊടുത്ത് ഇവിടെ ഇരിക്കുന്നത് MBBS BDS പഠിച്ച പാഹയന്മാരാണ്, ഒന്നും അറിയാത്ത പാഹയന്മാർ. ഓലിതേപോലെ കള്ളത്തരത്തിൽ വന്നിരുന്നിട്ട് ഡെർമറ്റോളജി കോസ്മെറ്റോളജി ട്രീറ്റ്മെന്റ് നടത്തുകയാണ്. പക്ഷേ ഈ MBBS BDS പഠിച്ചവർ എന്ന് പറയുന്ന അത്ര മോശക്കാരൊന്നുമല്ല. ഓർക്ക് അത്യാവശ്യം ബേസിക് നോളജ് എല്ലാത്തിനെ കുറിച്ചും അതിൻ്റെ ഒരു ബേസിക് ഇതാണല്ലോ. അതുകൊണ്ട് അത്തരത്തിലൊരു മണ്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വന്ന് ഓളെ സംബന്ധിച്ച് ഓളുടെ സ്കിന്നിന് ഓളിനി എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പ്രത്യേകിച്ച് മാറ്റം ഒന്നും കാണിക്കാത്തൊരു ടൈപ്പ് സ്കിന്നായിരിക്കാം. അത്തരത്തിൽ മാറ്റം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഒരു ചതി ഇവരുടെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്ന് വ്യക്തമാണ്. 3 ലക്ഷത്തോളം ഉറുപ്പിക, അതായത് പൊന്മുട്ടയിടുന്ന ഒരു താറാവിനെ അറുത്തു. തുടക്കത്തിൽ തന്നെ ഒരു വലിയ എമൗണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഓൾക്ക് നൽകിയത്. ഓൾ ഇത് മാത്രമല്ല, അതായത് വണ്ണം കുറയ്ക്കാനും, അതായത് തൻ്റെ ബ്ലോഗേഴ്സിനോട് താൻ ഡാൻസ് കളിക്കുന്നു, ഡയറ്റ് എടുക്കുന്നു, അത്തരത്തിൽ വണ്ണം കുറച്ച് മെലിഞ്ഞിരിക്കുന്ന ഒരു പഹയത്തെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മെഡിസിൻ എടുത്ത് വണ്ണം കുറയ്ക്കുന്ന, അതായത് ഫോളോവേഴ്സ് കള്ളഹിമാളുകളെ പറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് ഓൾ പോകുകയായിരുന്നു. അങ്ങനെ അത്തരത്തിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. എന്നാൽ ഇതൊന്നും ഫലം കണ്ടില്ല. ഒക്കെ കൂടെ ആണെങ്കിൽ പോലും 3 ലക്ഷത്തിലധികം ഉറുപ്പിക എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതൽ തന്നെയാണ്. നേരെ മറിച്ച് പെല്ലപ്പല്ല, അതായത് അധികം പൈസ ഈടാക്കാതെ ഓളെ പെല്ലപ്പല്ല ട്രീറ്റ് ചെയ്ത് അല്പമൊക്കെ വെളുപ്പിച്ച് കുറച്ച് തടിയൊക്കെ കുറപ്പിച്ച് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ ഒരു സ്ഥിരം ക്ലൈന്റ് ആയിട്ട് കല്യാണിയെ ഓൽക്ക് കിട്ടിയേനെ. പൊന്മുട്ട ഇടുന്ന താറാവിനെ ഓല് അറുത്ത്. ഓൽക്ക് മനസ്സിലായി എങ്ങനെയും വെളുക്കാൻ വേണ്ടി കയറി ചെന്ന ഒരു പകയത്തെയാണ് കല്യാണി എന്ന് മനസ്സിലാക്കി മാക്സിമം ഓളുടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമം ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് ഏറെക്കുറെ വ്യക്തമാണ്. പിന്നെ ഈ കല്യാണിയുടെ കാര്യം എടുത്തുകയാണെങ്കിൽ കല്യാണിക്ക് സംഭവിച്ചത് ഇത്രയും അധികം പൈസ പോയി എന്ന് മനസ്സിലായി. വെളുത്തിട്ട് പാറിയതുമില്ല, ദേഹത്ത് മൊത്തം പാടും വന്ന് വല്ലാത്തൊരു ഹലാക്കിലൊരവസ്ഥയിലേക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിന്റെ നഷ്ടപരിഹാരം എന്നോണം ഒരുപക്ഷെ ഈ ഒരു കൊളാബ് ആവശ്യപ്പെട്ടിരിക്കാം. അല്ലാണ്ട് ഈ പറഞ്ഞ കൊളാബ് അങ്ങോട്ട് കയറി ഏതെങ്കിലും ഒരു ബ്ലോഗർ, ഏതെങ്കിലും ഒരു ആത്മാഭിമാനമുള്ളൊരു പഹയൻ അങ്ങോട്ട് കയറി ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇതിനൊക്കെ പ്രൊമോഷൻ ചെയ്യാനൊക്കെ പൈസ തന്നാൽ മതിയെന്ന് ഏതെങ്കിലും ഒരു ഹമുക്ക് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. രണ്ട് പേരുടെ ഭാഗത്തും നല്ല രീതിയിലുള്ള കള്ളത്തരം പ്രഥമ ദൃഷ്ടിയാൽ വ്യക്തമാണ്. ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചത് ഇത് തന്നെയായിരിക്കാം. ഓളുടെ നിന്ന് മാക്സിമം ഊറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഹോസ്പിറ്റലിന്റെ ഭാഗത്തുണ്ടാവുന്നു. ഓൾക്ക് എത്ര ട്രീറ്റ്മെന്റ് കൊടുത്താലും ഓൾക്ക് ഈ പറഞ്ഞ റിസൾട്ട് ഉണ്ടാകില്ലായിരിക്കാം. ആ ഒരു ട്രീറ്റ്മെന്റിൽ പ്രകോപിതയായ ഓള് തന്റെ ക്യാഷ്, തനിക്ക് നഷ്ടമായ ആ ഒരു ക്യാഷ് പകുതിയെങ്കിലും തിരിച്ചു ചോദിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു വ്ളോഗർക്ക് ഉണ്ടാകാൻ പാടില്ല. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.